ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം. അത് തന്നെ ഞാൻ പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ആരിഫ് ഹുസൈൻ കത്തിക്ക്, ജയിലിൽ പോണതാണ്. ആരിഫ് ഹുസൈൻ കത്തിക്ക്, ജയിലിൽ മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല, ഖുർആൻ കത്തിച്ച പോകും. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. നിങ്ങൾ കേട്ടല്ലോ, ആരിഫിന്റെ തനി കോണം നിങ്ങൾ കണ്ടല്ലോ. അവൻ ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും 2 ഹിന്ദുക്കൾ ഖുർആനും കത്തിക്കണം, ഏതെങ്കിലും 2 മുസ്ലിങ്ങൾ മനുസ്മൃതിയും കത്തിക്കണം. അതോടുകൂടി ഈ നാട്ടിലെ ആൾക്കാർ പരസ്പരം തല്ലി ചത്തിട്ട് അതിന്റെ ഇടയ്ക്ക് ചോര കുടിക്കുന്ന ഒരു പരമ പിശാചായിട്ടുള്ള വൃത്തികെട്ട കരിന്തേളാണ് അവൻ. അവൻ ഇങ്ങനത്തെ വർത്താനം, അവന്റെ തനി കോണം, അവന്റെ വിത്ത് കോണാണെങ്കിലും വേണ്ടില്ല, അവൻ പിഴച്ചു പറ്റ കോണാണെങ്കിലും വേണ്ടില്ല, ആ കോണം അവൻ കാണിക്കും. ആ കോണത്തിന്റെ വർത്താനാണ് അവൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഇമ്മാതിരി കോണം കെട്ട സാധനങ്ങളോട് സംസാരിക്കാൻ പോവാണ്ടിരിക്കുക. മനുസ്മൃതി കത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കൊന്നുമില്ല. മനുസ്മൃതി അല്ല ഹിന്ദുക്കളുടെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെയും ആധാരം. വേദങ്ങളും ഉപനിഷത്തുകളും നിറഞ്ഞിട്ടുള്ള ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ബേസ് എന്ന് പറഞ്ഞ മനുസ്മൃതി അല്ലട മരമാണമേ. പക്ഷെ നീ ഖുർആൻ കത്തിക്കാൻ പറയുന്നത് മുസ്ലിം എന്ന സമുദായത്തിന്റെ, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ മതമായിട്ടുള്ള മുസ്ലിം എന്ന സമുദായത്തിന്റെ ബേസ് ആയിട്ടുള്ള ഖുർആൻ, അത് കത്തിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അത് കത്തിക്കുന്നതിനെ കൂടി നീ മനുസ്മൃതി, നീ പല വീഡിയോയിൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നീ ചെറ്റ വർത്താനം പറഞ്ഞതിന് പകരം നീ പറ, നാളെ ഞാൻ ഗീത കത്തിക്കാൻ പോവുക, അല്ലെങ്കിൽ നാളെ ഞാൻ രാമായണം, അല്ലെങ്കിൽ ഏതെങ്കിലും വേദങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗീത, ഭഗവത്ഗീത നീ പബ്ലിക്കായിട്ട് കത്തിച്ചിട്ട് നീ വെല്ലുവിളിക്കും, ഞാനിത് കത്തിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും നീ വെല്ലുവിളിക്കും. അന്ന് നിനക്കറിയാം നിന്റെ കുണ്ടിയിലോട്ടുണ്ടോ സംഖ്യകൾ ശൂലം കയറ്റി, പണ്ട് നമ്മുടെ ഗുജറാത്ത് കലാപത്തില് തൃശൂലം കയറ്റില്ല, അതുപോലെ പല സാധനങ്ങളും നിന്റെ കുണ്ടി കയറ്റി അവന്മാർ കുത്തി നിർത്തും. അതുകൊണ്ട് ഇമാതിരി മനുസ്മൃതി വെച്ചിട്ട് നീ ഒരുമാതിരി ആപ്പോപ്പ പരിപാടി വെല്ലുവിളിക്കാൻ നിൽക്കരുത്. കത്തിക്ക്, നാളെ നീ ഗീത കത്തിക്ക്, പബ്ലിക്കിൽ നാളെ ഗീത നീ കത്തിച്ചിട്ട് നീ ഹിന്ദുക്കളെ വെല്ലുവിളിക്കും, എന്ത് ചെയ്യും നിങ്ങൾ? എന്നിട്ട് ആക്കാം നമുക്ക് ഖുർആൻ കത്തിക്കൽ ഇപ്പുറത്ത്. അപ്പം ഈ കാണുന്ന ആൾക്കാരെങ്കിലും ഇത് മനസ്സിലാക്കണം. ഇവന്റെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടുപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചോര കുട്ടിച്ച് ഇവന്റെ വയറ് നിറയ്ക്കാനുള്ള പരമനാറത്തരാണ് ഇവന് കാണിക്കുന്നത്. അല്ലാണ്ട് ഇവൻ ഒരു തരത്തിലുള്ള സഹിഷ്ണുത ഒരു മതത്തിനോടും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനോടും, സ്വന്തം ഉമ്മനോടും, സ്വന്തം ഉപ്പനോടും, സ്വന്തം സമൂഹത്തിനോടും ഇല്ലാത്ത ഒരു നികൃഷ്ട ജീവി മാത്രമാണ് ഇവൻ.